ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാനൊരു 3D പെയിന്റിംഗ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു പെയിന്റിംഗ് എങ്ങനെ ചെയ്തിട്ടുള്ളതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഈ ഒരു പെയിന്റിംഗ് ചെയ്യാനായിട്ട് ഞാനൊരു പ്ലൈവുഡിന്റെ പീസാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കാർഡ്ബോർഡ് യൂസ് ചെയ്യാം. അപ്പോൾ ആദ്യം തന്നെ ഒരു തോണിന്റെ ഡ്രോയിങ് ഞാനിവിടെ വരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിനൊരു ബേസ് കോട്ട് അടിക്കണം. അപ്പോൾ അക്രിലിക് പെയിന്റ് വെച്ചിട്ടാണ് ഞാനിവിടെ ബേസ് കോട്ട് അടിച്ചിട്ടുള്ളത്, വൈറ്റ് കളറ്. അപ്പോൾ ബേസ് കോട്ട് നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം നമുക്ക് ആ സ്കെച്ച് ഒന്നുകൂടി ഒന്ന് ഡാർക്കാക്കി കൊടുക്കാം. അപ്പോൾ ഇതേപോലെ ഒന്ന് വരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഫ്ലവേഴ്സ് ഒക്കെ ഉണ്ടാക്കാൻ യൂസ് ചെയ്യുന്ന കമ്പിയാണ്. അതിൻ്റെ മുകളിലായിട്ട് ഞാനൊന്ന് ഗ്രീൻ ടേപ്പ് വെച്ചിട്ട് ഇതേപോലെ ചുറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് കുറച്ച് പിസ്ത ഷെൽസ് ആണ്. അപ്പോൾ ഈ വയറിൻ്റെ അറ്റൊന്ന് ചെറുതായിട്ടൊന്ന് മടക്കിയിട്ട് അത് സെൻട്രലായിട്ട് വെച്ചിട്ട് നമുക്ക് പിസ്ത ഷെല്ല് വെച്ചിട്ട് ഒന്ന് ഒട്ടിച്ചെടുക്കണം. അപ്പോൾ ഞാനിവിടെ ഫെവി ബോണ്ടാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതേപോലെയാണ് ഒട്ടിച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ താമരപ്പൂവിൻ്റെ മൊട്ട് പോലെയാണ് ഉണ്ടാക്കിയെടുക്കാൻ നോക്കുന്നത്. അപ്പോൾ ഇതേപോലെ ഒന്ന് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ കുറച്ച് ഫ്ലവേഴ്സ് കൂടെ ഞാൻ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ക്ലേ ആണ്. ഞാനിവിടെ ഫെവിക്രിലിന്റെ മൗൾഡഡ് ക്ലേ ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. അത് ഇതേപോലെ ഒന്ന് റോള് ചെയ്തിട്ട് നമുക്ക് ആ തോണിയുടെ സൈഡിലായിട്ടൊന്ന് പൊട്ടിച്ചെടുക്കണം. അപ്പോൾ ഇതേപോലെയാണ് ഒട്ടിച്ചെടുത്തിട്ടുള്ളത്. നൈഫൊക്കെ വെച്ചിട്ട് അതൊന്ന് ഷേപ്പാക്കി കൊടുക്കാം. പിന്നെ കുറച്ച് ലൈൻസ് ഒക്കെ ഇതേപോലെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് ലീഫ് ഉണ്ടാക്കിയെടുക്കാം. അപ്പൊ നമ്മുടെ താമരേന്റെ ഇല ഇതേ ഒരു ഷേപ്പിലാണല്ലോ, ആ ഒരു ഷേപ്പിലൊക്കെ ഞാൻ ലീഫ് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഫ്ലവേഴ്സ് ഒക്കെ ഒന്ന് ഈ സെന്ററിലൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. അപ്പൊ താഴെ കുറച്ച് ക്ലേ വെച്ചിട്ട് അതിന്റെ മുകളിലൊന്ന് പ്രസ് ചെയ്തിട്ടാണ് ഒട്ടിച്ചിട്ടുള്ളത്. അപ്പൊ കുറച്ച് ഗ്ലൂ കൂടെ അപ്ലൈ ചെയ്തിട്ട് എല്ലാ ഫ്ലവേഴ്സും അവിടെ ഒന്ന് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ഐഡിയ അനുസരിച്ച് ഒന്ന് ഒട്ടിച്ചെടുക്കാം. ഇനി നമുക്ക് ഇതൊന്ന് പെയിന്റ് ചെയ്തെടുക്കാം. അപ്പൊ ഞാനിവിടെ അക്രിലിക് കളറാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ആദ്യം തന്നെ നമുക്ക് ഫ്ലവേഴ്സ് പെയിന്റ് ചെയ്തെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ വൈറ്റ് കളറും പിന്നെ കുറച്ച് പിങ്കും മിക്സ് ചെയ്തിട്ടാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ആ ഫ്ലവേഴ്സിന്റെ താഴെയുള്ള പോർഷനിൽ കുറച്ച് യെല്ലോ കളർ കൂടി അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഫ്ലവേഴ്സ് ഒക്കെ ഇവിടെ റെഡിയായി. ഇനി നമുക്ക് ആ തോണി ഒന്ന് കളർ ചെയ്തെടുക്കാം. അതിനായിട്ട് ഞാൻ ബ്ലാക്ക് കളറും അതിന്റെ കൂടെ കുറച്ച് റെഡ് കളറും കൂടെ മിക്സ് ചെയ്തിട്ടാണ് എടുത്തിട്ടുള്ളത്.
അപ്പോൾ നമ്മുടെ തോണി ഇവിടെ റെഡിയായി. ഇനി നമുക്ക് ബ്ലൂ കളർ വെച്ചിട്ട് ആ വെള്ളത്തിന്റെ പാട്ടൊക്കെ ഒന്ന് കളർ ചെയ്തെടുക്കാം. ഇനി ഗ്രീൻ കളർ വെച്ചിട്ട് നമുക്ക് ആ ലീഫിന്റെ പോർഷനും കൂടി ഒന്ന് കളർ ചെയ്തെടുക്കാം. ഇപ്പൊ ഗ്രീൻ കളർ വെച്ചിട്ട് കുറച്ചുകൂടെ എക്സ്ട്രാ ലീഫ് കൂടെ ഞാനൊന്ന് വരച്ചു കൊടുത്തിട്ടുണ്ട്. പേൾ മെറ്റാലിക് ഗ്രീൻ വെച്ചിട്ട് ആ ലീഫിന്റെ പോർഷനൊക്കെ ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഗോൾഡൻ കളർ വെച്ചിട്ട് ആ തോണിന്റെ സൈഡിലുള്ള പോർഷന് കൂടി ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മുടെ പെയിന്റിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. പിന്നെ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തിട്ട് അതിൽ ഓൾ എന്ന ഓപ്ഷനും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണം. എന്നാലും ഞാനിടുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ.